കുരിശിൻ്റെ വഴിയിലെ രണ്ടാം സ്ഥലമാണ് ഈ കാണുന്നത്. അതായത് ഈശോയുടെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ട സ്ഥലം. അന്നൊരു വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ യഹൂദ സമൂഹമെല്ലാം സാബത്ത് ആചരിക്കാനുള്ള തിരക്കിലായിരുന്നിരിക്കാം. ഈ വഴിയുടെ ഇരുവശത്തുമായി ഈശോയെ സ്നേഹിച്ചവരും വെറുത്തവരും ഒക്കെ ഒരുപാട് പേര് വന്നു നിന്നിരിക്കാം. ഈ വഴിയിലൂടെ പോകുമ്പോഴാണ് നമുക്ക് ഈശോയുടെ തടവറ കാണാൻ പറ്റുന്നത്. അതായത് വ്യാഴാഴ്ച രാത്രി ഈശോയെ പാർപ്പിച്ച സ്ഥലം. ഈ ഒരു തടവറ കല്ലുകൾ കൊണ്ടാണ് വെട്ടിയൊരുക്കിയിരിക്കുന്നത്. ഇവിടെ ചിത്രത്തിൽ കാണുന്നത് പോലെ ഈശോയുടെ കൈകളും കാലുകളും അവർ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നു. യാതൊരുവിധ തരത്തിലും ഈശോ രക്ഷപ്പെടരുത് എന്ന ചിന്ത ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ അവർ ചെയ്തത്. ഈ തടവറയുടെ തൊട്ട് താഴെയായിട്ടാണ് ബറാബാസിനെയും അവർ പാർപ്പിച്ചിരുന്നത്. ഇവിടെ വന്ന് കാണുമ്പോഴാണ് ഈശോ അനുഭവിച്ച വേദനയുടെ കാഠിന്യം നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. കാരണം ഒരു രാത്രി മുഴുവനും ആ ഒരു കല്ലിന്മേലിരുത്തിയ മനുഷ്യൻ്റെ അവസ്ഥ, ആ കല്ലുകൾക്കൊക്കെ അസാധ്യ തണുപ്പാണ്. നേരം വെളുത്തപ്പോഴേക്കും ഈശോയുടെ കൈകാലുകളൊക്കെ തണുത്ത് മരവിച്ചിരുന്നിരിക്കാം.